വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളെല്ലാം വ്യത്യസ്തങ്ങളാണ്. അത് മനഃപൂർവ്വം തന്നെയാണ്. മമ്മൂട്ടി തൻ്റെ കമ്പനിയിൽ നിന്ന് നിർമ്മിക്കുന്ന സിനിമകളെല്ലാം വ്യത്യസ്തമാകണമെന്ന് ചിന്തിക്കുന്നത്. അത് കഥയുടെ ബേസിലായി ശരി, സംവിധാനത്തിൻ്റെ ബേസിലായി ശരി, അഭിനയത്തിൻ്റെ ബേസിലായി ശരി, എങ്ങനെയായാലും ഇതുവരെ ചെയ്ത സിനിമകളെല്ലാം വ്യത്യസ്തങ്ങളാണ്. പുതിയത് എന്തായിരിക്കണം, ഇതൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് വാർത്തകൾ, അവരുടെ രഹസ്യ വാർത്തകൾ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒക്കെ നിവൃത്തിയില്ല. മമ്മൂട്ടി കർശനമായിട്ട് നിയന്ത്രിച്ച് രഹസ്യം പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത്. എന്നിട്ടും മമ്മൂട്ടിയുടെ ഹൃദയം സൂക്ഷിപ്പുകാരിൽ ഒരാൾ എൻ്റെ കൂടി സുഹൃത്താണ്. അയാൾ മമ്മൂട്ടിക്ക് ദോഷമായി വരുന്ന ഒരു കാര്യവും പറയില്ല. അതേ സമയത്ത് ഗുണകരമായി വരാൻ വേണ്ടി ചില 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 ഒരു നുണുക്ക് വിദ്യകൾ അല്ലെങ്കിൽ ഹിൻഡുകൾ ഒക്കെ എനിക്ക് നൽകാറുണ്ട്. അങ്ങനെ ഒരു ഹിൻഡ് എനിക്ക് കിട്ടി. കാരണം അതിൻ്റെ പുറകെ പിന്നെ നാം പോകണം. മമ്മൂട്ടി കമ്പനി ഒരു സിനിമയിൽ മഞ്ജു വാര്യരെയും ഉർവശിയെയും തുല്യ നായികമാരാക്കി സിനിമ ചെയ്യാൻ പോകുന്നു. നായകൻ മമ്മൂട്ടി തന്നെ. എനിക്ക് ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാൻ തോന്നിയില്ല. കാരണം ഇവർ മൂന്ന് പേരും ഒരുമിച്ച് സിനിമ ചെയ്തിട്ടില്ല. ഉർവശിയും മഞ്ജു വാര്യരും ഒരുമിച്ച് ചെയ്തിട്ടില്ല. മാത്രമല്ല, ഇവർ തനിച്ച് ഉള്ള പെർഫോമൻസിന് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ. അങ്ങനെയുള്ള ഇവരെ മൂന്ന് പേരെയും എങ്ങനെ ഒരുമിച്ച് മൂന്ന് പേരുടെയും ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഇത് ഫോൾസ് ന്യൂസ് ആണ് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അല്ല, ഇത് കറക്റ്റാണ്, ഈ ചർച്ച നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം മഞ്ജു വാര്യർ മമ്മൂട്ടിയുടെ സിനിമയിൽ ഒരു വലിയ ശ്രദ്ധിക്കപ്പെടാത്ത റോള് ചെയ്തിട്ടുള്ളൂ. ഉർവശി അങ്ങനെയല്ല. ഉർവശി കുറേ പവർഫുള്ളായ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ മമ്മൂട്ടിക്ക് ഒരു പുതിയ തോട്ട് തന്നെയാണത്. താൻ നായകനാവുമ്പോൾ ഈ രണ്ട് നായകൻ ഇന്നേ വരെ അങ്ങനെ വേറെ ആൾക്കിപ്പോൾ ഒരുമിച്ച് കിട്ടിയിട്ടില്ല. ആ ഒരു മലയാള സിനിമ വരാൻ പോവുകയാണത്. അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ആ വാസ്തവമാകുമ്പോൾ കഥ എങ്ങനെയായിരിക്കണം, കഥാപാത്രം എങ്ങനെയായിരിക്കണം, മമ്മൂട്ടി കമ്പനി സിനിമയിൽ അഭിനയിക്കാൻ ഇവർ സമ്മതിച്ചിട്ടുണ്ടോ, ഇവരോട് അനുവാദം ചോദിച്ചിട്ടുണ്ടോ, ഏത് കഥയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആദ്യം മമ്മൂട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സിനിമ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെയാണ് അവർ സംസാരിക്കേണ്ടത്. ഇനി കഥ എങ്ങനെയായിരിക്കണം? സോഷ്യൽ കഥയായിരിക്കണോ, ക്രൈം കഥയായിരിക്കണോ, ഫാമിലി ആയിരിക്കണോ, ആക്ഷൻ ആയിരിക്കണോ? കാരണം ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഞ്ജു വാര്യരുടെ ഒക്കെ ആക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ആയിരിക്കണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രസ്റ്റേജ് ചിത്രമാണ്. വെറും ഒരു ആർട്ട് സിനിമ എന്ന രീതിയിലല്ല അവരതിനെ കാണുന്നത്. അത് എല്ലാവർക്കും കാണാവുന്ന സിനിമ. ആർട്ടാണോ ആർട്ട്, കമേഴ്ഷ്യലാണോ കമേഴ്ഷ്യൽ, എന്തായാലും ഒരു ക്ലീൻ സിനിമയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇനി ആരെ കൊണ്ട് എഴുതിക്കും? അങ്ങനെ ഒരു ചർച്ച വന്നിരിക്കുക. കാരണം മഞ്ജു വാര്യർ പവർഫുള്ളായ റോൾ എടുക്കേണ്ടതാണ്. മാനറിസങ്ങൾ കാണിക്കാൻ ബഹുമിടുക്കിയാണ് ഉർവശി. ഉർവശിയുടെ പഴയ കുറേ സിനിമകൾ കണ്ടാൽ അറിയാം എന്ത് അതിമനോഹരമായിട്ടാണ് ഇവര് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ മാനറിസങ്ങൾ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നുണുക്ക് വിദ്യകളും വേണം. അപ്പം അതാരായിരിക്കും? എഴുത്തുകാരൻ. കുറേ എഴുത്തുകാരുടെ പേരെല്ലാം മമ്മൂട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു ഗൗരവമായിട്ടുള്ള സിനിമ, അതായത് മമ്മൂട്ടി കമ്പനിക്ക് എടുത്താൽ പൊങ്ങാത്ത പോലെ ഒരു സിനിമ പോലെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആരെ കൊണ്ട് എഴുതിക്കണം? മമ്മൂട്ടിയുടെ മനസ്സിൽ നിന്ന് 2-3 കഥകൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ മമ്മൂട്ടി പുറത്ത് കാണിച്ചിട്ടില്ല. പല കഥകളും മമ്മൂട്ടിയുടെ മനസ്സിൽ വരാറുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പിതൃത്വം മമ്മൂട്ടി ഏൽക്കാറുമില്ല. തനിക്ക് സിനിമ നന്നായിരിക്കണം, പേര് തൻ്റെ കമ്പനിക്ക്, മമ്മൂട്ടി കമ്പനിക്ക് പേരുണ്ടായിരിക്കണം, മമ്മൂട്ടി എടുക്കുന്ന സിനിമകൾ വ്യത്യസ്തമായിരിക്കും. ഇത്രയും മാത്രമേ മമ്മൂട്ടിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. സാമ്പത്തിക ലാഭമോ നഷ്ടമോ നോക്കാറില്ല. പക്ഷെ ഇവിടെ അതല്ല. ഈ രണ്ടുപേരെയും കൂടി അഭിനയിപ്പിച്ചിട്ട് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് വന്നാൽ അത് എല്ലാവരെയും ബാധിക്കും. ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാറുകളാണ് ഇവർ രണ്ടുപേരും. ചിലർക്ക് മഞ്ജു വാര്യരാണ് ലേഡി സൂപ്പർ സ്റ്റാർ, മറ്റു ചിലർക്ക് ഉർവശിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ. അത് അവർക്ക് ന്യായീകരണമുണ്ട്. അവർ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ, ഭാവങ്ങൾ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് ഉർവശി തന്നെയാണ്. ആ ഉർവശിക്ക് ഒപ്പം
മഞ്ജു വാര്യർ നിർത്താൻ സമ്മതിക്കില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. മഞ്ജു വാര്യർക്ക് വേണ്ടി വാദിക്കുന്ന ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനൊരു മത്സരം ആ രണ്ട് നടികൾക്കും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിക്കാണെങ്കിൽ മമ്മൂട്ടി ഫാൻസ് ഉണ്ട്, ദുൽഖറിന്റെ ഫാൻസ് ഉണ്ട്, മോഹൻലാലിന്റെ ഫാൻസ് ഉണ്ട്. ഈ മൂന്ന് ഫാൻസും കൂടി മമ്മൂട്ടിക്കുണ്ട് ഉള്ള അവസ്ഥയിൽ ഈ എല്ലാവരുടെയും ഫാൻസ് കൂടി ചെല്ലുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു സിനിമയാണ്. അപ്പോ ഉർവശിക്കുള്ള പ്രായമായ റോളാണോ, മഞ്ജു വാര്യർക്ക് അവരുടെ മകളുടെ പ്രായമാണോ, അതൊരു ചേച്ചിയും അനുജത്തിയുമാണോ, ഇവരുടെ രണ്ടുപേരുടെയും അച്ഛനാണോ ചേട്ടനാണോ മമ്മൂട്ടി? ഇങ്ങനെയുള്ള തർക്കങ്ങളാണ് വരുന്നത്. കാരണം ചേട്ടൻ റോളുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ മമ്മൂട്ടി മിടുക്കനാണ്. അപ്പൊ മൂന്ന് പേരുടെ അങ്ങനെയാണ് കേൾക്കുക. ഒരു വീട്ടിലെ മൂന്ന് പേരുടെ ഒരു അമ്മ പ്രസവിച്ച മൂന്ന് മക്കളുടെ കഥ. അതിൽ രണ്ടുപേര്, ഈ മൂന്ന് പേരും വിവാഹം കഴിക്കാതെ നിൽക്കുന്നിടത്ത് നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. അതിന് കാരണങ്ങളുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതാണ് സ്പാർക്കായിട്ട് നമുക്ക് വീണ് കിട്ടിയ ഈ കഥയുടെ ഒരു സ്പാർക്ക് പോലെ കിട്ടിയുള്ളത്. അങ്ങനെ ആവണമെന്നില്ല. ഇതിപ്പോ ഞാൻ പുറത്ത് വിട്ടാൽ തന്നെ മമ്മൂട്ടി നിഷേധിക്കാം, മമ്മൂട്ടി കമ്പനി നിഷേധിക്കാം, അവർ ഈ കഥ കുറെ ട്വിസ്റ്റ് ചെയ്ത് മാറ്റിയെടുക്കാൻ കഴിയും. എന്നാലും മമ്മൂട്ടിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റിയ ഒരു കഥ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഈ രണ്ടു പേർക്ക്, ഈ കുടുംബത്തിലെ ഈ മൂന്ന് പേര് ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളിലൂടെ ഉരുത്തിരിയുന്നൊരു കഥ. ആ കഥയിൽ സസ്പെൻസ് ഉണ്ട്, ക്രൈമുണ്ട്, ഫാമിലി ഉണ്ട്. അതായത് എല്ലാം നിറഞ്ഞ ഒരു സിനിമയായിട്ട് മാറ്റാനാണ് ഇതായിരിക്കുന്നത്. അപ്പൊ പിന്നെ ഇതിന്റെ ക്യാമറ ആരായിരിക്കണം, സംവിധായകൻ ആരായിരിക്കണം? സംവിധായകൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ മമ്മൂട്ടിയുടെ മനസ്സിൽ 10-25 വർഷം മുമ്പുള്ള ഒരു സ്വപ്നമുണ്ട്. ഒരു സംവിധാനം വേണമെന്ന് പറഞ്ഞു താൻ ഓരോ വർഷം നടന്നിട്ട്. പക്ഷെ ഇനി മമ്മൂട്ടിക്ക് അങ്ങനെ, അതായത് ഇത്രയും ഹെവി വർക്ക് പോലെ ചെയ്തിട്ട് സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. മമ്മൂട്ടി അപ്പോഴും പറയുന്നത് ഒരംഗത്തിനുള്ള ബാല്യം ഇനിയും എനിക്കുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ എല്ലാം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതും മമ്മൂട്ടി ആയിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അങ്ങനെയെങ്കിൽ ഇതൊരു ഗംഭീര സിനിമ ആയിരിക്കണം. അങ്ങനെ ഗംഭീരമായ സിനിമയായിരിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ദ ബെസ്റ്റ് സിനിമ, അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ല സിനിമ, ക്ലീൻ സിനിമ, ക്ലാസിക് സിനിമയുള്ള പരിവേഷമാണ് മമ്മൂട്ടി കമ്പനി ഈ രണ്ട് നടികളിലൂടെ മമ്മൂട്ടിയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് അവസാനം കിട്ടിയ റിപ്പോർട്ട്.